അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോളൻ ഹൂവർ എഴുതിയിട്ടുള്ള ഇറ്റ് സ്റ്റാർട്ട് വിത്ത് ആസ് എന്ന് പറയുന്ന പുസ്തകത്തെ പറ്റിയാണ്. ഇറ്റ് എൻഡ് വിത്ത് ആസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ സീക്വലായിട്ട് ഇറങ്ങിയിട്ടുള്ള പുസ്തകമാണിത്. എവിടെയാണോ ഇറ്റ് എൻഡ് വിത്ത് ആസ് അവസാനിച്ചത് അവിടെ നിന്നാണ് ഈ ഒരു പുസ്തകം ആരംഭിക്കുന്നത്. ആദ്യത്തെ പുസ്തകത്തിലെ കഥ മുഴുവൻ ലില്ലിയുടെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് പറയുന്നതെങ്കിൽ ഇതിനകത്ത് ലില്ലിയുടെയും അറ്റ്ലസിൻ്റെയും പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് ഈ ഒരു കഥ മുഴുവൻ പോകുന്നത്. അറ്റ്ലസിൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതിൻ്റെ ടൈറ്റിൽ പോലും കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ പുസ്തകത്തിനകത്ത് അറ്റ്ലസിൻ്റെ പേഴ്സണൽ ലൈഫോ അതുപോലെ തന്നെ പാസ്റ്റ് ലൈഫോ നമുക്ക് അറിയില്ലായിരുന്നു. ഇതിനകത്ത് അറ്റ്ലസിൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് നല്ല രീതിയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നും പറയുന്നുണ്ട്. ഡിവോഴ്സിന് ശേഷമുള്ള ലില്ലിയുടെ ലൈഫാണ് ഈ ഒരു പുസ്തകത്തിനകത്ത് പറയുന്നത്. അവൾ നേരിടുന്ന ട്രോമാസും എക്സ് ഹസ്ബൻഡിൽ നിന്ന് ഇപ്പോൾ അവൾ നേരിടുന്ന ചില പ്രശ്നങ്ങളും അറ്റ്ലസുമായിട്ടുള്ള പ്രണയവും തുടർന്ന് അവരുടെ ലൈഫ് എങ്ങനെയാണ് പോകുന്നതെന്നും അറ്റ്ലസിൻ്റെ പേഴ്സണൽ ലൈഫൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു പുസ്തകത്തിന് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ടോട്ടലി ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ് ഈ ഒരു പുസ്തകം എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഇറ്റ് എൻഡ്സ് വിത്ത് ആസ് നമുക്ക് ഇമോഷണലി വല്ലാതെ കണക്ട് ചെയ്യിക്കുന്ന, നമ്മളെ ബ്രേക്ക് ഡൗൺ ചെയ്യിക്കുന്ന, വായിച്ചു കഴിഞ്ഞാലും നമ്മളെ ഹോണ്ട് ചെയ്യുന്ന ഒരു സ്റ്റോറി തന്നെയാണുള്ളതെങ്കിൽ ഈ ഒരു പുസ്തകത്തിനകത്ത് അങ്ങനെ ഒരു ഭാഗം മിസ്സായതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്.